ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് മാനവ വിഭവ വികസനം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ജിയോഗ്രഫിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ എടുക്കാനായിട്ട് നമുക്കൊരു ക്ലാസ് റൂം സെറ്റപ്പിന്റെയോ ബോർഡിന്റെയോ ആവശ്യമോ സഹായമോ ഇല്ല. പിന്നെ ഞാൻ ഈ ചാപ്റ്ററിലെ ഓരോ പേജ് വൈസോ ടോപ്പിക് വൈസോ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനും പോകുന്നില്ല, കാരണം അതിന്റെ ആവശ്യമില്ല. ഈ ചാപ്റ്ററിലെ ഓരോ ടോപ്പിക്കും ഞാൻ പറയുന്നില്ല, മിക്കവാറും എല്ലാ ടോപ്പിക്കും ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗമാണ്. പക്ഷേ അതിനിടയിലൂടെ വരികൾക്കിടയിലൂടെ വായിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. നമ്മൾ എക്സാമിന് വേണ്ടി പഠിച്ചു പോകുമ്പോൾ അതിന്റെ അന്തസത്ത മനസ്സിലാക്കാതെ പഠിക്കാനായിട്ട് ഒരിക്കലും പാടില്ല. പ്രത്യേകിച്ച് ഇന്ത്യയെ പറ്റി പഠിക്കുന്ന ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഒരു കുട്ടി 10ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കുമ്പോൾ മനസ്സിലാക്കണം എന്ന് എനിക്ക് നിർബന്ധമുള്ള ചില കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നാം ഇവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ ചാപ്റ്ററിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്കൊരു ക്ലാസ് വേണമെങ്കിൽ താഴെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അരമാർക്ക് പോലും മിസ്സാവാത്ത രീതിയിലുള്ള നോട്ട്സ് എടുത്തിട്ടുണ്ട്. അത് വായിച്ചാൽ മാത്രം മതി. ഈ ചാപ്റ്ററിനെ പറ്റി കുറച്ചൊക്കെ ഇന്ത്യയെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ക്ലാസ് കേൾക്കുക. ഫോർ എക്സാമ്പിൾ, സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞ് നാം പഠിക്കുന്നത് സ്ത്രീ പുരുഷ അനുപാതമാണ്. 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്നതിനെ പറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ. എന്നിട്ട് ഇന്ത്യയിലെ സെക്സ് റേഷ്യോ 940 ആണ് എന്ന് മാത്രം പറഞ്ഞു പഠിക്കും. ജസ്റ്റ് ഫാക്ച്വൽ നോളേജ്. അതിനപ്പുറത്തേക്ക് എന്താണ് സെക്സ് റേഷ്യോന്റെ ഇംപ്ലിക്കേഷൻ എന്നും എന്തുകൊണ്ടാണ് സ്ത്രീ പുരുഷ അനുപാതം ഇന്ത്യയിൽ കുറഞ്ഞു പോയിരിക്കുന്നത് എന്നത് കൊണ്ടും എന്തൊക്കെയാണ് അതിന്റെ കാരണം എന്നതും നാം അറിയേണ്ടതും നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളും നാം സ്ത്രീകളോട് ഡെവലപ്പ് ചെയ്യേണ്ട കുറെ ആറ്റിറ്റ്യൂഡ്സും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വിട്ട് വായിക്കുമ്പോൾ മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ്. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് മാനവ വിഭവ വികസനം അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന ഭാഗം അല്ല. സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ വികസനമാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യയുടെ വികസനം എങ്ങനെയാണ് സാധ്യമാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു രാജ്യത്തെ എക്കണോമിക് ആയിട്ടുള്ള വികസനം, നമ്മൾ ബാക്കിയുള്ള വികസനം ബ്രോഡായിട്ടുള്ള വികസനം ഒന്നും വേണ്ട, എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള വികസനം എങ്ങനെ സാധ്യമാവും? ഇന്ത്യയിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് വരണം, പിന്നെ കൈത്തൊഴിലാളികളുടെ വികസനം നടക്കണം, കൃഷിയുടെ വികസനം നടക്കണം, റോഡുകൾ വേണം, പാർപ്പിടങ്ങൾ വേണം, ജനങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ വേണം, കറണ്ട് വേണം, കേബിൾ TV വേണം, മൊബൈൽ ഫോൺ വേണം, മൊബൈൽ സർവീസുകൾ വേണം, വിദ്യാഭ്യാസം വേണം. ഇതെല്ലാം നടപ്പിലാക്കണമെങ്കിൽ, ഈ സർവീസുകളും കാര്യങ്ങളും ഒക്കെ ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ അവിടെ മനുഷ്യന്മാരും വേണ്ടേ? നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യന്മാരും വേണ്ടേ? പറയുന്നത് മനസ്സിലാവുന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടാണ് ഗൾഫ് കൺട്രീസിലേക്ക് ഒരുപാട് മനുഷ്യന്മാർ പോകുന്നത്? അവിടെ ജോലിയുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ജോലികൾ ചെയ്തു തീർക്കാൻ അവിടുത്തെ അറബികൾ മാത്രം പോരാ എന്നതുകൊണ്ട്. സൗദി അറേബ്യ പെട്ടെന്ന് വികസിത രാജ്യമാണ്, അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾ. അവിടെ എണ്ണയുടെ ശേഖരണം കണ്ടെത്തിയപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പെട്ടെന്ന് നടന്നു. ഒരുപാട് കമ്പനീസ് വന്നു. അതിലൊക്കെ പ്രവർത്തിക്കാൻ മാനേജർമാർ മുതൽ പ്യൂൺ വരെ, താഴേക്കിടയിലുള്ള തൊഴിലാളികൾ വരെ അവിടെ വർക്ക് ചെയ്യാൻ ആളുകൾ വേണം. ആ ആളുകൾ അവിടെ ഉണ്ടെങ്കിലേ ആ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ, ശരിയല്ലേ? അങ്ങനെ ഉണ്ടെങ്കിലേ ആ കമ്പനി വികസിക്കുള്ളൂ, അതുമായിട്ട് ചുറ്റുപാടുള്ള ആളുകൾ വികസിക്കുള്ളൂ, അവർക്ക് ശമ്പളം കിട്ടുള്ളൂ. അങ്ങനെ ആ രാജ്യം മൊത്തം വികസിക്കണമെങ്കിൽ അവിടെ മനുഷ്യന്മാർ വേണം, ശരിയല്ലേ? അതേപോലെ ഒരു രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ട അടിസ്ഥാന വിഭവം അല്ലെങ്കിൽ ഒരു റിസോഴ്സ് ആണ് മനുഷ്യൻ എന്ന് പറയുന്നത്, ശരിയല്ലേ? നമ്മളൊരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ പണം വേണം, അവിടെ ഇൻഫ്രാസ്ട്രക്ചർ വേണം, അടിസ്ഥാന സൗകര്യം. അതേപോലെ വികസനം നടക്കണമെങ്കിൽ അവരുടെ മനുഷ്യന്മാരുടെ സേവനം കൂടി വേണം എന്നതുകൊണ്ടാണ് മനുഷ്യനെ ഒരു വിഭവമായി കണക്കാക്കുന്നത്. ഹ്യൂമൻ ബീയിങ് ഈസ് കൺസിഡേർഡ് ആസ് എ റിസോഴ്സ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഹോൾ നേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ പോയിന്റ്, അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എന്താണെന്ന് മനസ്സിലായി. ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനിഷൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഉൽപ്പാദന രംഗത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളുടെ ഇതാണെന്നൊക്കെ അങ്ങനെയുള്ള കാണാപ്പെട്ട ഡെഫിനിഷൻസ് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഓക്കെ,
ഇനി അടുത്ത പോയിന്റ്, ഈ ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്മെന്റ്, അതായത് ചുമ്മാ മനുഷ്യന്മാരുണ്ടായാൽ മാത്രം മതിയോ? കുറേ ജനങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഒരുപാട് ജനങ്ങൾ പെറ്റുപെരുകയാണ്. കുറേ പിള്ളേരുണ്ട് ഒരു വീട്ടിൽ, അവർക്ക് ദാരിദ്ര്യമാണ്, കറക്റ്റായിട്ട് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റില്ല, കൃത്യമായിട്ട് ആരോഗ്യം കൊടുക്കാൻ പറ്റില്ല, ചികിത്സ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ പിള്ളേരുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എങ്ങനെ വേണം? ആ സ്ഥലത്തെ ആ വീട്ടിലെ ആ കുട്ടികൾക്ക് നല്ല രീതിയിൽ ജീവിച്ചു വരാനായിട്ട് എല്ലാ സാഹചര്യം വേണം. അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം തീർച്ചയായിട്ടും വേണം. പിന്നീട് അവർക്ക് വിദ്യാഭ്യാസം വേണം, അവർക്ക് നല്ല ആരോഗ്യം വേണം. അങ്ങനെ പിന്നീട് വലുതായി വരുമ്പോൾ തൊഴിൽ വേണം. ഈ 4 കാരണം ആലോചിച്ചാൽ മതി. അവർക്ക് നല്ല മനസ്സ് വേണം, അവർക്ക് സ്നേഹം കിട്ടണം, എന്താ പറയുക, വിദ്യാഭ്യാസം കിട്ടണം, ആരോഗ്യം കിട്ടണം, പിന്നെ വലുതായി വരുമ്പോൾ അവർക്ക് തൊഴിൽ കിട്ടണം. അല്ലേ? ഇങ്ങനെ ഉണ്ടെങ്കിലേ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ എന്ന് പറയുള്ളൂ. ഇത് ഫാമിലിയുടെ കാര്യത്തിൽ പറഞ്ഞു. രാജ്യത്തിൻ്റെ കാര്യത്തിൽ ആലോചിച്ച് നോക്കിയേ. അപ്പം എങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടാവണം? നല്ല ക്വാളിറ്റിയുള്ള, ഗുണമേന്മയുള്ള മനുഷ്യന്മാരുണ്ടാവണം. അതിനാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മാനവ വിഭവ വികസനം. ഓക്കെ, അതായത് എന്തായിരിക്കും? അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, പിന്നെ നല്ല ആരോഗ്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളും എല്ലാം കൊടുക്കുക. നല്ല പോലീസ് സിസ്റ്റം ഉണ്ടാവുന്നത് പോലും ഒരു സമൂഹത്തിന്റെ നല്ല ഡെവലപ്മെന്റിന് എന്താ പറയുക, അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ എങ്ങനെയാവും? പാകിസ്ഥാനിലെ താലിബാൻ പോലെയാവും. അവിടെ കൃത്യമായിട്ടുള്ള കൺട്രോളോ കാര്യങ്ങളോ ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിനെ പറ്റി പറഞ്ഞു. ഇത് അടുത്ത പോയിന്റ്, 2ാമത്തെ പേജിലെ കാര്യമാണ് പറയുന്നത്. അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്, ഇത് 4 തലങ്ങളിലാണ് നടക്കപ്പെടുക. അല്ലേ? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഒരു വ്യക്തി സ്വയം പരിശീലിക്കുന്നു. അല്ലേ? ഒരു മനുഷ്യൻ നീന്തൽ പഠിക്കുന്നത് പോലും അവന്റെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ്. ഇംഗ്ലീഷ് പഠിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കുന്നത്, വിദ്യാഭ്യാസം നടത്തുന്നത് എല്ലാം ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ്. അല്ലേ? അപ്പോൾ വ്യക്തി സ്വയം പരിശീലനം നടത്തുന്നു. അവന്റെ ഫാമിലി അവന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. സർക്കാർ ചെയ്തു കൊടുക്കുന്നു. സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും? സ്കൂളുകൾ സർക്കാർ ചെയ്ത് കൊടുക്കുന്നല്ലേ? എന്തേ? നിങ്ങൾ ഫീസ് കൊടുക്കണമെന്നാണോ പറയണത്? നിങ്ങൾ കൊടുക്കുന്ന ഫീസൊക്കെ നിസ്സാരമായിട്ടുള്ള ഫീസാണ്. ഈ പറഞ്ഞ ടീച്ചർമാർക്കുള്ള ശമ്പളം കാര്യങ്ങളൊക്കെ ഒരുപാട് പൈസ വരും. അതൊക്കെ ഗവൺമെന്റാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് റേഷൻ ഷോപ്പിൽ നിന്ന് ഭക്ഷണം കിട്ടുന്നുണ്ട്, അരി കിട്ടുന്നുണ്ട്. 1 രൂപ അരി എന്ന് പറഞ്ഞാൽ 1 രൂപയുടെ ചീഞ്ഞ അരി അല്ലല്ലോ കിട്ടുന്നത്. നല്ല അസല് ക്വാളിറ്റി അരിയാണ് കിട്ടുന്നത്. 1 രൂപയ്ക്ക് തരുന്നത് ചുമ്മാ ഒരു നോമിനൽ ആയിട്ടുള്ള പൈസ വാങ്ങുന്നത്. ബാക്കി 35 രൂപയും 34 രൂപയും ആര് കൊടുക്കും? സർക്കാർ കൊടുക്കും. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ചികിത്സ കിട്ടുന്നു. 2 രൂപ കൊടുത്താൽ മതി, ഡോക്ടറെയും കാണാൻ, മരുന്ന് മേടിക്കാൻ പറ്റും. ഇതൊക്കെ ആര് തരുന്നതാ? ഗവൺമെന്റ് തരുന്നതാണ്. അതാണ് 4ാമത്തെ പോയിന്റ് വരുന്നത്, സർക്കാർ നൽകുന്ന ചില സേവനങ്ങൾ. ഈ പറഞ്ഞ മാനവ വിഭവ വികസനത്തിന് വേണ്ടി, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് 4 സ്റ്റേജസിലായിട്ടാണ് ഈ പറഞ്ഞ എഫേർട്ടുകൾ എടുക്കുന്നത്. അടുത്തത് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, അല്ലെങ്കിൽ മനുഷ്യ വിഭവത്തിന്റെ, മാനവ വിഭവത്തിന്റെ സവിശേഷതകൾ എന്നുകൊണ്ട് 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ ചുമ്മാ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഗുണപരമായിട്ടുള്ള സവിശേഷതകൾ അഥവാ ഗുണപരമായിട്ടുള്ള സവിശേഷതകൾ, അഥവാ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് റിസോഴ്സസ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അതായത് ഗണപരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്കാക്കാൻ പറ്റുന്നത്, ജനസംഖ്യ, പോപ്പുലേഷൻ ഡെൻസിറ്റി അഥവാ ജനസാന്ദ്രത, അതുപോലുള്ള കുറച്ച് സ്ത്രീ പുരുഷ അനുപാതം, അതുപോലുള്ള കണക്കിലെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി ഗുണപരമായിട്ടുള്ള സവിശേഷതകളോ? എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതുപോലുള്ള കുറച്ച് പോയിന്റ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി തൊട്ട് താഴെ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റാണ്, ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകും കേട്ടോ. സൈസ് ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യ എന്നുള്ളതാണ് ഡെഫിനിഷൻ. ഒരു രാജ്യത്തെ ജനസംഖ്യ എന്താണെന്ന് അറിയാലോ? ഒരു രാജ്യത്ത് നിശ്ചിത സമയത്ത് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം, അത്രേ ഉള്ളൂ. ഇനി തൊട്ട് താഴെ അത് ഒരു ഡെമോഗ്രഫി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കൊടുക്കുന്നുണ്ട്. അതായത് ജനസംഖ്യാ ശാസ്ത്രം എന്ന് വെച്ചാൽ ഓരോ രാജ്യത്തിൻ്റെയും ജനസംഖ്യയെ പറ്റിയും ആ ജനം എങ്ങനെയുള്ള ജനങ്ങളാണ്, വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ളതാണോ, സാമ്പത്തികമായിട്ടുള്ളത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന പഠനം മാത്രമേ നടക്കുന്നുള്ളൂ കേട്ടോ. പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഈ പറയുന്ന ഡെമോഗ്രഫി എന്ന് പറയുന്നത്, ജനസംഖ്യാ ശാസ്ത്രം എന്ന് പറയുന്നത്. തൊട്ടടുത്ത പാരഗ്രാഫിലെ കനീഷകുമാരി എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സെൻസസ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താ സെൻസസ്? ഒരു കണക്കെടുപ്പ്. 10 വർഷം കൂടുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന കണക്കെടുപ്പാണ് ലാസ്റ്റ് നടന്നത് 1911. അപ്പം ഇനി ഏത് വർഷം വരാം? അടുത്ത വർഷം 2021 കണക്കെടുപ്പ് നടക്കും. എന്തൊക്കെയാ കണക്കെടുപ്പിൽ ഉണ്ടാവുക? ഇന്ത്യയിൽ എത്ര ജനങ്ങളുണ്ട്, എത്ര സ്ത്രീ പുരുഷനും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, ഇനി തൊട്ട് താഴെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, എന്തിനാണ് സെൻസസ് അഥവാ കണക്കെടുപ്പ്, ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത്? എന്തിനാണ്? എന്ത് കാര്യം? എന്ത് ഗുണം? ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ഓരോ ചെറിയ പ്രദേശങ്ങളിലെ പോലും ജനങ്ങളുടെ എണ്ണം, സ്ത്രീ പുരുഷ അനുപാതം, ഇതൊക്കെ കിട്ടുന്നുണ്ട്.
അപ്പോൾ സർക്കാരുകൾക്ക് ഒരു അറിവ് കിട്ടുന്നുണ്ട്, ഒരു ഐഡിയ കിട്ടുന്നുണ്ട്, മുന്നോട്ടുള്ള ഡെവലപ്മെന്റ് എങ്ങനെ വേണം, ഓരോ ജനങ്ങൾക്കും എന്തൊക്കെ സേവനങ്ങൾ നൽകണം എന്നുള്ള ഐഡിയ കിട്ടുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയട്ടെ, നിങ്ങൾ മറ്റേ ഓർഡിനറി എന്നുള്ള സിനിമ ഉണ്ടല്ലേ, കുഞ്ചാക്കോ ബോബൻ്റെ ഒക്കെ, അതായത് അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, ബസ് സർവീസ് എന്ത് മാത്രമേ ഉള്ളൂ, KSRTC ബസ് സർവീസ് മാത്രമേ ഉള്ളൂ. കാരണം എന്താ, അത് വല്ലപ്പോഴൊക്കെ ആൾക്കാർ കുറച്ച് പോണ സ്ഥലങ്ങളാണ് മലമ്പ്രദേശങ്ങൾ എന്നൊക്കെ പറയണത്. അവിടേക്ക് മറ്റേ പ്രൈവറ്റ് വണ്ടികൾ ഇടോ ഇല്ല, അവർക്ക് ലാഭം കിട്ടില്ല. പക്ഷെ ഗവൺമെന്റിന് അവിടേക്ക് വണ്ടികളിടും ജനങ്ങൾക്ക് സേവനം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ചിലപ്പോൾ 2 or 3 വീടുകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് വണ്ടി ഇടാൻ പറ്റുമോ, ഇല്ല. പക്ഷെ അടുത്ത ജനസംഖ്യാ കണക്കെടുപ്പിലാണ് മനസ്സിലായത് അവിടെ ആളുകളുടെ എണ്ണം വളരെ കൂടി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് സർവീസുകൾ കൊടുക്കണം, അവർക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കണം, ബസ് സർവീസ് കൊടുക്കണം, ജലം കൊടുക്കണം, മൊബൈൽ ടവറുകളുടെ സർവീസ് കൊടുക്കണം, ഇതൊക്കെ കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? കൊച്ചി നഗരത്തിൽ ഒരുപാട് പോപ്പുലേഷൻ കൂടി വരാണ്. അപ്പൊ എന്തൊക്കെ ചെയ്യണം? അവിടെ കാനകൾ വൃത്തിയാക്കണം, അവിടെ റോഡുകൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം, റോഡുകൾ വികസിപ്പിക്കണം, പാലാരിവട്ടം പോലുള്ള പാലങ്ങൾ പണിയണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് ഈ സെൻസസ്, ഈ കണക്കുകൾ ഗവൺമെന്റിനെ സഹായിക്കും. ഐഡിയ കിട്ടിയോ? ഇനി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന മാനവ വിഭവത്തിന്റെ സവിശേഷതകൾ പറഞ്ഞു. സവിശേഷതകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എന്തൊക്കെയുണ്ട്. അതിൽ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വിദ്യാഭ്യാസം എന്നുള്ളൊരു പോയിന്റ് വരുന്നുണ്ട്, ആരോഗ്യം എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്, പിന്നെ നമുക്ക് മനസ്സിലാവാത്തൊരു പോയിന്റ് സാമൂഹ്യ മൂലധനം എന്ന് പറയുന്ന പോയിന്റ്. സാമൂഹ്യ മൂലധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയും. നേരത്തെ പറയാം സോഷ്യൽ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എങ്ങനെയുള്ള സൊസൈറ്റിയാണ് നമുക്ക് വേണ്ടത്? നല്ല സമാധാനപരമായിട്ടുള്ള സൊസൈറ്റി അല്ലേ? അവിടെ പോലീസ് അല്ലെങ്കിൽ ആർമി പോലുള്ള ഫോഴ്സസ് ഇല്ലെങ്കിൽ എന്താവും ആളുകൾ പെരുമാറുന്നത് അറിയാലോ. അത് നേരത്തെ പറഞ്ഞല്ലോ, താലിബാനിലൊക്കെ പ്രവർത്തിക്കുന്ന പോലെ ആയിപ്പോവും. അപ്പൊ അതാണ് സാമൂഹിക മൂലധനം എന്ന് പറയുന്നത്. സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സമൂഹം പോലും ഒരു രാജ്യത്തിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെയുള്ള പോയിന്റുകൾ. തൊട്ട് താഴെ മാനവ വിഭവശേഷി അഥവാ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ചെയ്താൽ, വികസിപ്പിച്ചാൽ എന്തൊക്കെ ഗുണം? ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ? എന്തൊക്കെ വേണേലും പറയാം. സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും, ആളുകൾ നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും, അവർക്ക് തൊഴിൽ കിട്ടും, അവർക്ക് അറിവ് കിട്ടും, അങ്ങനെ ഒരുപാട് പോയിന്റ്സ് പറയാം. ഇക്കണോമിക്കലി മാത്രം പറയുകയാണെങ്കിൽ, സാമ്പത്തികപരമായിട്ട് മാത്രം പറയുകയാണെങ്കിലും ഒരു 5-6 പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാവർക്കും ജോലി കിട്ടുന്നു, അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള അന്തരം, പണക്കാരനും പാവപ്പെട്ടവനും എന്നുള്ള അന്തരം കുറയുന്നു. സാമൂഹികമായിട്ടുള്ള വെൽഫെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ട്, സമൂഹത്തിൽ ഒരു സമാധാനം ഉണ്ടാവുന്നുണ്ട്. പിന്നെ പ്രകൃതി വിഭവങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റും. നമ്മൾ നേരത്തെ പറയില്ലേ, ആ പോയിന്റ് പലർക്കും മനസ്സിലായിട്ടില്ല. പ്രകൃതി വിഭവങ്ങളെ എന്താ പറയുക, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയും, യൂട്ടിലൈസേഷൻ ഓഫ് ദി നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്, നമ്മളുടെ ഭൂമിയെ പരമാവധി ഉപയോഗിക്കാനായിട്ട് പറ്റും. പറഞ്ഞു വന്നത് പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളതാണ്. മാനവ വിഭവം വികസിച്ചു കഴിഞ്ഞാൽ അവിടെ നല്ല വണ്ണം ആളുകളുടെ എണ്ണവും അതേപോലെ തന്നെ ക്വാളിറ്റിയുള്ള വിവരവും വിദ്യാഭ്യാസവും ആരോഗ്യവുമുള്ള ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ആ രാജ്യത്തെ സ്ഥലങ്ങൾ, അതേപോലെ തന്നെ പ്രകൃതി വിഭവങ്ങൾ, കൃഷി ചെയ്യാനുള്ള ഭൂമി, അവിടുത്തെ ഓയിൽസ്, ഇതെല്ലാം മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് പറ്റും. സൗദി അറേബ്യയിലേക്ക് ഇന്ത്യയിൽ നിന്ന് എന്തുകൊണ്ട്, കേരളത്തിൽ നിന്നുകൊണ്ട് ആളുകൾ അങ്ങോട്ട് പോകുന്നു? അവിടെ ആവശ്യത്തിന് ആളുകൾ, ജനങ്ങൾ, മാനവ വിഭവം ഇല്ലാത്തത് കൊണ്ടാണ്. ശരിയല്ലേ? അതേപോലെ തന്നെ ബെറ്റർ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ബെറ്റർ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റുന്നത്? ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ, വിവരമുണ്ടാകുമ്പോൾ ഓരോ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ അവസ്ഥ വളരെ മോശമായിരിക്കും. ആഫ്രിക്കയിലേതുപോലെ ആഫ്രിക്കയുടെ മണ്ണിനടിയിൽ നിന്ന് ഗോൾഡ്, ഡയമണ്ട്സ്, ഇതേപോലെ തന്നെ വളരെ വിലപിടിപ്പുള്ള പെട്രോളിയം ഖനികൾ കണ്ടെത്താറുണ്ട്. പക്ഷേ ഇതെല്ലാം മൈൻ ചെയ്യാനുള്ള ടെക്നോളജിയും മറ്റും സാധാരണപ്പെട്ട പാവപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലപ്പോഴും ഉണ്ടാവാറില്ല. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ അമേരിക്കയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ അവർക്ക് തുച്ഛമായ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് ഈ പെട്രോളിയം ഖനികളെല്ലാം തട്ടിയെടുക്കാറാണ് പതിവ്. ഇതെല്ലാം ചരിത്രം തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനും അവിടെ നല്ല വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാനവ വിഭവം വികസിച്ചാൽ എന്തൊക്കെ പ്രയോജനങ്ങൾ എന്ന് പറയുന്നത്. ഇനിയുമുണ്ട് ജനസംഖ്യയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട്. ജനസംഖ്യാ ഘടന എന്ന് പറയും. ഇത് ശരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് കേട്ടോ.
ജനസംഖ്യാ ഘടന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ പഠിക്കുന്ന 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ജനസംഖ്യ എന്ന് വെച്ചാൽ ആ വാക്ക് എന്താ പറയുക, സ്ട്രക്ചർ ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറയും. ആ വാക്ക് പറയുന്നത് പോലെ തന്നെ പോപ്പുലേഷന്റെ സ്ട്രക്ചർ, അതായത് കുട്ടികൾ എത്രത്തോളം ഉണ്ട്, അതിനിടയ്ക്കുള്ള യുവാക്കൾ അല്ലെങ്കിൽ മധ്യവയസ്കർ എത്രത്തോളം ഉണ്ട്, വൃദ്ധരായവർ എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നു. 0 മുതൽ 15 വയസ്സ് വരെയുള്ള വെച്ചാൽ കുട്ടികൾ, 60 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ വൃദ്ധന്മാർ, ഇനി 15 മുതൽ 59 വരെയുള്ള ഇടയിലുള്ള ആൾക്കാരാണ് നമ്മൾ മിഡിൽ ഏജ്ഡ് പീപ്പിൾ അല്ലെങ്കിൽ യുവാക്കൾ എന്ന് പറയുക. ഇതിൽ ഏത് വിഭാഗം ജനങ്ങൾ കൂടിയാലാണ് ഒരു രാജ്യത്ത് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാവുക? ഇടയിൽ കിടക്കുന്ന 15 മുതൽ 60 വരെയുള്ള ആളുകൾ. കുട്ടികളുടെ എണ്ണം കൂടുതലാണെങ്കിലോ, അല്ലെങ്കിൽ ജപ്പാനിലേതുപോലെ വൃദ്ധന്മാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ അവിടെ വികസനം മുന്നോട്ട് പോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ എന്താണെന്നറിയാവോ? ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിന്റെ സ്വപ്നം മാത്രമല്ല, ഇന്ത്യക്ക് അത് സാധ്യമാണ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പോപ്പുലേഷൻ റൈറ്റ് ഏജിലാണ് നിൽക്കുന്നത്. 15 മുതൽ 59 വരെയുള്ള ആളുകളുടെ എണ്ണം ആ പേജിൽ കൊടുത്തുള്ള ഒരു വെൻ ഡയഗ്രാം നോക്കിയാൽ കാണാം 62.5%. അത്രയും അധികം ജനങ്ങൾ ഏറ്റവും നല്ല ഏജിൽ നിൽക്കാണ്, അവർക്ക് വേണ്ടി പണിയെടുക്കാനും രാജ്യത്തിന് വേണ്ടി പണിയെടുക്കാനും. അങ്ങനെ ആയൊരു ജനങ്ങളുടെ എണ്ണം ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, അവരെ നല്ലവണ്ണം വികസിപ്പിക്കുകയും കൂടി വേണം. എങ്ങനെ വികസിപ്പിക്കും? ഒരുപാട് സർക്കാർ പദ്ധതികളിലൂടെ, അവർക്ക് ആരോഗ്യവും വിദ്യാഭ്യാസവും തൊഴിലും നൽകാനുള്ള ഒരുപാട് പദ്ധതികളിലൂടെ. അത് അടുത്ത പേജിൽ ഒരു വലിയൊരു ബോക്സിലായിട്ട് കാണാൻ പറ്റും. പല പല പദ്ധതികൾ ICDS എന്ന് പറയും, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമഗ്ര ശിശു വികസന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞിന്റെ ജന്മം മുതലേ തന്നെ അവന് വേണ്ട എല്ലാ പോഷക വസ്തുക്കളും കൊടുക്കാനുള്ള സർക്കാരിന്റെ പരിപാടി. ബാലപാടിയിൽ നിങ്ങൾക്ക് അമൃതം പൊടി കിട്ടാറില്ലേ? അതൊക്കെ സർക്കാർ നൽകുന്ന പരിപാടിയാണ്. എന്തിനു വേണ്ടി? കേരളത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാരണം കേരളത്തിന്റെ സ്റ്റാൻഡേർഡുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളം എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. കളിയാക്കാൻ വരട്ടെ, യൂറോപ്യൻ കൺട്രീസിനോട് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ നമ്മളുടെ കേരളീയർ ധരിക്കുന്ന വസ്ത്രം വെച്ച് നോക്കിയിട്ടല്ല യൂറോപ്യന്മാരുമായിട്ട് നിങ്ങൾ എന്താ പറയുക കമ്പയർ ചെയ്യേണ്ടത്. അവരെ കാണുമ്പോൾ കുറച്ച് ഇംഗ്ലീഷ് പറയുന്ന അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, അപ്പൊ കേരളത്തിൽ ബെറ്റർ ആണെന്ന് വിചാരിക്കല്ലേ? ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ജനത എങ്ങനെയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം നോക്കണം. എങ്ങനെയാണ് അവരുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആരോഗ്യം, ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിനോടൊപ്പം വന്നു ചേർന്നുകൊള്ളും. കേരളത്തിന്റെ വിദ്യാഭ്യാസവും ആരോഗ്യരംഗവും മറ്റ് ശുചിത്വശീലവും കാര്യങ്ങളും എല്ലാം ഇപ്പൊ കൊറോണയുടെ സമയത്ത് പോലും ഒരുപാട് സമ്പർക്ക രോഗങ്ങൾ ഇപ്പൊ കൂടി വരുന്നുണ്ട്. എങ്കിലും ഒരുപാട് സമ്പർക്ക രോഗികളെക്കാളും കുറവാണ് സമ്പർക്ക രോഗികൾ. അത്രയും വരാതിരിക്കാൻ കാരണമാണ് കേരളീയർക്കുള്ള അറിവും ശുചിത്വശീലവും ആരോഗ്യ പരിപാലനവും കൊണ്ടാണ്. അതുകൊണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും എല്ലാ സ്റ്റാൻഡേർഡുകളിലും മുന്നിൽ നിൽക്കുന്നത് കേരളമാണ്. ആ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവില്ല ഇന്ത്യയെ പറ്റി. ഒരു നിമിഷം ഞാനൊന്ന് ടെക്സ്റ്റ് ബുക്ക് പോസ് ചെയ്ത് വെക്കുകയാണ്. ഇന്ത്യ എന്ന രാജ്യത്തെ പറ്റി നിങ്ങൾ ഒരുപാട് അറിയേണ്ടതുണ്ട്. ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പ്രധാനമന്ത്രി ഒരു ദിവസം, ഞാൻ മോദി ഭക്തനൊന്നുമല്ല കേട്ടോ, പ്രധാനമന്ത്രി ഒരു ദിവസം പറയണ്ടായിരുന്നു എന്തിൻ്റെയൊക്കെയോ ഫണ്ട് ചില കാര്യങ്ങളിൽ ഇന്ത്യയിൽ കക്കൂസ് പണിയാൻ വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പലരും ചിരിച്ചു തള്ളി. ഇന്ത്യയിൽ മൊബൈൽ ഫോണുകളെക്കാളും കുറവാണ് കക്കൂസുകളുടെ എണ്ണം. വീട്ടിൽ ശൗചാലയങ്ങൾ ഇല്ലാത്തവരുടെ എണ്ണം എത്രയോ കൂടുതലാണെന്ന് അറിയാവോ? സ്ത്രീകൾക്ക്, സാധാരണ ഹിന്ദു സ്ത്രീകൾക്ക് പോലും മുഖത്ത് ആവരണമില്ലാതെ പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല, അറിയാവോ? പുറത്തുനിന്നുള്ള ഒരു ജാതിയിലുള്ള ആളുകളെയോ അല്ലെങ്കിൽ മറ്റു സമൂഹത്തിലുള്ള ആളുകളെയോ പ്രണയിച്ച് കല്യാണം കഴിക്കണ എത്രയോ പെൺകുട്ടികള് ദുരഭിമാന കൊലയുടെ പേരിൽ കൊല്ലപ്പെടുന്നത് നമുക്കറിയാവോ? ആന്ധ്രാപ്രദേശിലെ ചില ഗ്രാമങ്ങളിലെ ഇപ്പോഴും ജനിച്ചു വീഴുന്ന കുട്ടിയുടെ വായിലേക്ക് ഒരു പിടി നെല്ല് വാരിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നുണ്ട്. നിങ്ങൾക്കറിയാവോ? 1998-ലോ 7-ലോ രാജസ്ഥാനിൽ സതി നടന്നിട്ടുണ്ട്. സതി നിങ്ങൾക്കറിയാവോ? പണ്ട് 2000-ങ്ങളിൽ വെച്ചിട്ട് ഒരു ഉത്തരേന്ത്യൻ ഗ്രാമത്തിലെ പെൺകുട്ടി, താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടി സൈക്കിൾ ചവിട്ടി, അതായത് ഉന്നത ജാതിക്കാര് ബ്രാഹ്മണർ മാത്രം ചവിട്ടുന്ന വലിയ കാര്യമായിട്ടുള്ള സൈക്കിൾ ചവിട്ടി എന്നതിന്റെ പേരിൽ ആ കുട്ടിയെ അധിക്ഷേപിച്ച് തുണിയില്ലാതെ തെരുവിലൂടെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാവോ? സമാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഇന്ത്യയിൽ അരങ്ങേറുന്നുണ്ട്. ബീഹാറിലെ ഒരു ജനവിഭാഗം ഇന്നും കളിമണ്ണിലെ സസ്യത്തിന്റെ എണ്ണ കുഴച്ചിട്ട്
അതിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ആ കളിമണ്ണ് എടുത്തിട്ട് വിശക്കുമ്പോൾ ഒടിച്ചെടുത്ത് ഭക്ഷിച്ചിട്ട് ജീവൻ നിലനിർത്തുന്നുണ്ട് ഇന്നും. നിങ്ങൾക്കറിയാവോ? റേഷൻ കടകളിൽ കൊടുക്കുന്ന ഭക്ഷണത്തിന് നമുക്ക് വിലയില്ല. പക്ഷെ ആ ഭക്ഷണം കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകുന്ന കുട്ടികളുള്ള വീടുകളുണ്ട്. നിങ്ങൾക്കറിയാവോ? വിദ്യാഭ്യാസം എന്ന പോയിന്റ് RT, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇന്ത്യയിൽ എന്തുകൊണ്ടുവന്നു? ഇന്ത്യയിലുള്ള ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ളത് അവന്റെ അവകാശമാണ്. സ്വന്തം അച്ഛനമ്മമാർക്ക് പോലും അത് ഇല്ലാതാക്കാനുള്ള അവകാശം ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് ഈ നിയമം ഇന്ത്യയിൽ? കേരളത്തിലുള്ള ജനങ്ങൾക്ക് അറിയില്ല അത്. അവിടെ അതിന്റെ തൊട്ട് താഴെ ഇന്ത്യയിൽ വിദ്യാഭ്യാസം നേരിടുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ പറയുന്ന ഒരു പോയിന്റ് ആണ് ഡ്രോപ്പ് ഔട്ട്, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോക്ക്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിന്റ് ആയിട്ട് കാണാം. എന്താണ് ഈ കൊഴിഞ്ഞു പോക്ക്? സ്കൂളിൽ ചേർത്തപ്പെട്ടുള്ള കുട്ടികൾ തന്നെ പിന്നീട് അവിടെ നിന്ന് വിട്ടു പോകുന്നുണ്ട്. എന്തുകൊണ്ടാത്? ചെറിയ കുട്ടികൾ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചായക്കടയില് ഗ്ലാസ് കഴുകിക്കൊണ്ടിരുന്ന കുട്ടികളെ വിളിച്ചിട്ട് ഇവര് സ്കൂളിൽ കൊണ്ടുപോയി ഇരുത്തും. 2 ദിവസം കഴിയുമ്പോൾ പിള്ളേർ കാണില്ല. പിള്ളേർ തിരിച്ചങ്ങോട്ട് തന്നെ പോയിട്ടുണ്ടാവും. നിങ്ങൾ വിചാരിക്കും അട്ടയെ പിടിച്ച് മെത്തയിൽ കെടുത്തിട്ടെങ്കിൽ കെടുക്കൂല, കുരുത്തം കെട്ട പിള്ളേർ ചോദിക്കും അല്ലേ? ഒരിക്കലും അല്ല. നിങ്ങളെപ്പോലെ അവർക്കും നല്ല പുത്തനൊടുപ്പിടാനും അതേപോലെ തന്നെ കുട്ടികളുടെ കൂടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇന്റർവെൽ സമയത്ത് കളിക്കാനും ഓരോ അക്ഷരങ്ങൾ പറഞ്ഞ് പഠിക്കാനും ഒക്കെ അവർക്കും ഇഷ്ടമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവര് ചായക്കടയിൽ ചായ ഗ്ലാസ് കഴുകാൻ പോണത്? ശിവകാശിയിലെ പടക്ക കമ്പനികളിൽ ജോലി എടുക്കാൻ പോണത് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ ആ 8 വയസ്സുള്ള 12 വയസ്സുള്ള 15 വയസ്സുള്ള ആ പയ്യൻ പോയിട്ട് പണിയെടുത്തില്ലെങ്കിൽ അവന്റെ വീട്ടിൽ അടുപ്പ് പുകയത്തില്ല. അവന്റെ വയ്യാതെ കിടക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. അവന്റെ അനിയത്തിയെ പഠിപ്പിക്കാൻ വിടാൻ പറ്റില്ല. അതിനെയാണ് ബാലവേല എന്ന് പറയുന്നത്, ചൈൽഡ് ലേബർ എന്ന് പറയുന്നത്. ദാരിദ്ര്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഞാൻ അവസാനം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറയുന്നു സെക്സ് റേഷ്യോ എന്നൊരു പോയിന്റ് പറയുന്നു. സെക്സ് റേഷ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീ പുരുഷ അനുപാതം 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്നുള്ളതാണ് സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് 940 ആണ്. നോട്ട് ദ പോയിന്റ്, 940. 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ? 940 സ്ത്രീകൾ. അപ്പൊ ബാക്കി 60 സ്ത്രീകൾ എവിടെ പോയി? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, ഇന്ത്യയിലെ സാമൂഹികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും സാമ്പത്തികപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് സ്ത്രീകള്. കേരളത്തിലെ സ്ത്രീകൾ പോലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ പുറത്തുള്ള ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ മഹാരാഷ്ട്രയിലോ ഉള്ള സ്ത്രീകളെ പറ്റി ആലോചിച്ച് നോക്കിയേ, രാജസ്ഥാനിലെ സ്ത്രീകളെ പറ്റി ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം ബുദ്ധിമുട്ടിലായിരിക്കും അവര്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കുടുംബങ്ങളിലും സ്ത്രീകള് ജനിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ കൊന്നുകളയുന്നു. നിങ്ങൾ വിചാരിക്കും ഇത് ഗ്രാമങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതലും വിചാരിക്കും. പണ്ടത്തെ ചിന്താഗതിക്കാരല്ല, ഒരിക്കലുമല്ല. സിറ്റികളിലാണ് ഏറ്റവും കൂടുതൽ ഗർഭഛിദ്രം അല്ലെങ്കിൽ ഫീമെയിൽ ഫീറ്റിസൈഡ് നടത്തപ്പെടുന്നത്. അറിയാവോ? ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുമ്പോൾ ചിന്തിക്കാനുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഈ 2 പോയിന്റും അല്ലെങ്കിൽ 940 ഇന്ത്യയിലെ സ്ത്രീകളുടെ സ്ത്രീ പുരുഷ അനുപാതം എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഒരു നല്ലൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2001 അത് 921 ആയിരുന്നു, ഇപ്പൊ 940 ആണ്. ഇനി 2021 950 960 ആവട്ടെ, നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഇങ്ങനെയുള്ള കുറെ അധികം പോയിന്റുകൾ. പിന്നെ പറയുന്നത് വിദ്യാഭ്യാസം നേടുന്നത് കൊണ്ട് മനുഷ്യർക്ക് എന്താണ് ഗുണം? സാമ്പത്തികമായിട്ട് മാത്രം പറയൂ, ബിക്കോസ് ഈ ചാപ്റ്റർ എക്കണോമിക്സ് ആണ്. അപ്പൊ സാമ്പത്തികപരമായിട്ടുള്ള മാത്രം കാര്യങ്ങൾ പറയൂ. വിദ്യാഭ്യാസം കിട്ടിയാൽ എന്ത് ഗുണം? ആലോചിക്കേ, അറിയാം അല്ലേ? വിദ്യാഭ്യാസം കിട്ടിയാൽ അറിവ് കിട്ടും. ടെക്നോളജിക്കൽ നോ ഹൗ എന്ന് വെച്ചാൽ മനസ്സിലായാലുള്ള അർത്ഥം. നോ ഹൗ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയാം. ഒരു ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്ലംബർ ആയിക്കോട്ടെ, ഒരു വെൽഡിംഗ് ആയിക്കോട്ടെ, അതൊക്കെ ടെക്നോളജിക്കൽ നോളജ് ആണ്. കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ ടെക്നോളജിക്കൽ നോളജ് ആണ്. അതൊക്കെ ടെക്നോളജിക്കൽ നോളജ് കിട്ടുന്നു. എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ്, ഇതെല്ലാം ടെക്നോളജിക്കൽ നോളജ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ജോലി കിട്ടുമ്പോൾ എന്തായി? കാശ് കിട്ടുന്നു. കാശ് കിട്ടിയ ലൈഫ് അടിച്ചു പൊളിക്കാൻ, ലൈഫ് ജിങ്കാലല്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്?
വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ അറിവ് ലഭിക്കുന്നു, പിന്നെ ടെക്നോളജിക്കൽ നോളജ് അഥവാ സാങ്കേതികപരമായിട്ടുള്ള അറിവ് കിട്ടുന്നു. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് ജോലി ലഭിക്കാനുള്ള സാധ്യത. ജോലി ലഭിച്ചാൽ എന്തായി എന്താ പറയാ, പണം ലഭിക്കുന്നു. പണം ലഭിച്ചാൽ എന്തായി, ലൈഫ് ജിങ്കാലല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിന്റെ ക്വാളിറ്റി, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയരുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റ് വളരെ എളുപ്പമാണ്. ഒരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട് മഞ്ഞ കളറിൽ 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഈ ഫ്ലോ ചാർട്ട് വരച്ചു വെച്ചാൽ മാത്രം മതി, 4 മാർക്ക് കിട്ടും. അത്ര എളുപ്പമുള്ള ഭാഗമാണ്. പിന്നെ ഇതിന് തൊട്ട് താഴെ സാക്ഷരത എന്ന് വെച്ചാൽ എന്താണ്, 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. 100 പേരിൽ എത്ര പേർക്ക് അല്ലെങ്കിൽ ഇത്ര ശതമാനം പേർക്ക് അർത്ഥം മനസ്സിലാക്കി എഴുതാനും വായിക്കാൻ അറിയാം വിത്ത് കോംപ്രിഹെൻഷൻ, റീഡിങ് ആൻഡ് റൈറ്റിംഗ് വിത്ത് കോംപ്രിഹെൻഷൻ എത്ര പേർക്ക് അറിയാം 100-ല്? അതാണ് സാക്ഷരത എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ വരുന്നതാണ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഹെൽത്തിനെ പറ്റി വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സർക്കാരിന്റെ കുറച്ച് ഫെസിലിറ്റീസ്, മെഡിക്കൽ കോളേജുകൾ, നമ്മുടെ കടവിലുള്ള ഹോസ്പിറ്റൽ, ഇതിനൊക്കെ പറ്റി പറയുന്നുണ്ട്. സർക്കാരിന്റെ ചെലവിൽ മുന്നോട്ട് പോണത്. പിന്നെ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിനെ പറ്റി മാത്രം ആലോചിക്കല്ലേ, പോഷകങ്ങൾ കൊടുക്കുന്നതും അതേപോലെ തന്നെ ആ ബുദ്ധിമുട്ട് വന്നാൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രികളും രണ്ടും ആലോചിക്കണം. പോഷകങ്ങൾ കൊടുക്കുന്നതാണ് അംഗനവാടിയിലുള്ള അമൃതം പൊടി, ICDS പരിപാടി നമ്മൾ പറഞ്ഞു. അതിനുശേഷം വരുന്നതാണ് പിന്നെ നമ്മളെ മാവേലി സ്റ്റോറിൽ സബ്സിഡിക്ക് ഫുഡ് കൊടുക്കുന്നത്, അതേപോലെ തന്നെ റേഷൻ ഷോപ്പുകളിൽ ഫുഡ് കൊടുക്കുന്നത്. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരും. ഓക്കെ, അങ്ങനെ സാമ്പത്തിക രംഗത്തെ പറ്റി വളരെ എളുപ്പത്തിലുള്ള കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് വെച്ചാൽ എന്താണ്, ആയുർ ദൈർഘ്യം എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ള കുറച്ച് പോയിന്റ് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ പാഠം കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തെ പറ്റി പലപ്പോഴും കുറ്റം പറയാറുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയെ പറ്റി അഭിമാനം കൊള്ളാൻ പറയുന്ന സമയത്ത് പലർക്കും മനസ്സിൽ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇന്ത്യയെ പറ്റി പറയുമ്പോൾ പലർക്കും മനസ്സിൽ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇത് എന്ത് രാജ്യമെന്ന് തോന്നും. പലരും കമ്പയർ ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളോടാണ്, അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളോടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1947 ബ്രിട്ടീഷുകാര് ഇന്ത്യയെ പിച്ചച്ചട്ടി പോലെ ആക്കിയിട്ട് പോയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഊറ്റിക്കൊണ്ടു പോകാവുന്നതെല്ലാം കൊണ്ടുപോയി അവിടെ ബ്രിട്ടീഷ് രാജ്യത്ത് കൊണ്ടുപോയി നിശ്ചയിച്ചു. ഇത് തന്നെയാണ് ആഫ്രിക്കയിലും നടന്നിട്ടുള്ളത്. അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോഴും ആഫ്രിക്കയിൽ കാണുന്ന കൊടും ദാരിദ്ര്യവും ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ജനങ്ങൾ ഓരോ വർഷവും മരിച്ചു വിടുന്ന ആയിരക്കണക്കിന് ജനങ്ങളാണ്. അതേപോലുള്ള അവസ്ഥ ഇന്ത്യയിലും പല പ്രാവശ്യം ഉണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ഫാമിൻസ്, അതായത് പല ക്ഷാമം, ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഒരുപാട് തവണ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഉണ്ടായിരുന്നു. ഇതേപോലെ സാമ്പത്തികമായിട്ട് തകർക്കപ്പെട്ട രാജ്യം, പോലീസ് ഫോഴ്സ് ഇല്ല, ആർമി ഫോഴ്സ് ഇല്ല, ഇതൊന്നുമില്ലാതിരുന്ന രാജ്യമായിരുന്നു 1947 നിങ്ങൾ ആലോചിക്കണം, മനസ്സിലാക്കണം. 2 നേരം കഞ്ഞി കുടിച്ച് കഴിയാൻ പറ്റിയാൽ അത് വലിയ കാര്യമാണ്, അല്ലെങ്കിൽ അവർ സമ്പന്നരാണ് എന്നുള്ള അവസ്ഥയുണ്ടായിരുന്നു. നമ്മളെ കേരളത്തിലെ വീടുകളിൽ നിങ്ങളുടെ അമ്മൂമാരോട് ചോദിച്ചാൽ അറിയാം, കഞ്ഞിവെള്ളം കുടിക്കാൻ കിട്ടിയാൽ, കഞ്ഞിവെള്ളവും കുറച്ച് ചോറും പറ്റും കിട്ടിയാൽ, 2 നേരം കിട്ടിയാൽ സുഭിക്ഷമായി. ഒരു കറി കിട്ടിയാൽ വലിയ കാര്യമായി എന്നുള്ളൊരു തലമുറ പഴയതല്ല. നിങ്ങളുടെ അമ്മൂമ്മമാരോട് ചോദിച്ചാൽ വ്യക്തമായി അറിയാൻ പറ്റും. അവിടെ നിന്നും അല്ലെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ, ഇന്ത്യ തകർന്ന് തരിപ്പണമായി പോലുള്ള എല്ലാ സംഗതികളും മനഃപൂർവ്വം ചെയ്തു വെച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയത്. ബ്രിട്ടീഷുകാരുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ വർഗീയത ഉണ്ടായതും പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായതിന്റെ കാരണം പോലും മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മുഹമ്മദ് അലി ജിന്ന ഒന്നും അല്ല. അതൊക്കെ ഉണ്ടാക്കിയെടുത്തതാ ബ്രിട്ടീഷുകാർ. കാരണങ്ങൾ പറഞ്ഞു തരാം. ഹിസ്റ്ററിയുടെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ത്യ ഒരിക്കലും നന്നാവാൻ പാടില്ല. അവര് വിട്ടിട്ട് പോണ രാജ്യങ്ങളൊക്കെ തകർന്ന തരിപ്പണമാവണമെന്ന സ്വാർത്ഥമായ ചിന്താഗതി, അവരുണ്ടെങ്കിൽ മാത്രമേ നന്നായി നിൽക്കൂ എന്നുള്ള സ്വാർത്ഥമായ ചിന്താഗതി ഇവിടെ നശിച്ചു പോകാനുള്ള എല്ലാ വിത്തും പാകിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് മുംബൈയിൽ നിന്ന് തിരിച്ചു പോണത്. ചരിത്രകാരന്മാർ പറഞ്ഞത് ഇന്ത്യ വിൽ ബി ബാൽക്കനൈസ്ഡ് ഇൻ ഫ്യൂ ഇയേഴ്സ് എന്നാണ്. ഇന്ത്യ ഫ്യൂ ഇയേഴ്സിനകത്ത് ഛിന്ന ഭിന്നമായി പോകുമെന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞത്. ഇത്രയുമധികം ഡൈവേഴ്സിറ്റീസ് ഉള്ള രാജ്യം, ഇത്രയുമധികം സംസ്കാരങ്ങളും വേഷവിധാനങ്ങളും ഭക്ഷണ രീതികളും വിശ്വാസങ്ങളും മതങ്ങളും എല്ലാം സംരക്ഷിച്ചു പോരുന്ന, എല്ലാ ഫ്രീഡവും കൊടുക്കുന്ന, ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യം പല പല ജനവിഭാഗങ്ങളായി തകർന്നു പോകും എന്നാണ് ചരിത്രകാരന്മാര് പ്രവചിച്ചത്. പക്ഷെ ഇന്നും ഒരു തരി ഭൂമി വിട്ടു നൽകാതെ,
ഒരു സ്റ്റേറ്റ് പോലും വിട്ടുപോകാതെ ഇപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് ഇന്ത്യ. ഒരുപാട് മാറ്റങ്ങൾ വന്നു ഓരോ ജനവിഭാഗങ്ങളിലും. പട്ടിണി മരണങ്ങളൊക്കെ പഴങ്കഥയായിട്ട് മാറി. 2 വസ്ത്രം മാത്രം മാറ്റിയെടുക്കാനുണ്ടായിരുന്ന ജനത ഇപ്പോൾ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ട് നിങ്ങൾക്കറിയാം. ഇത്രയെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ പേരിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായും ഒരിക്കലും സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല. ഭൂമിക്കടിയിൽ ഒരു നാൾ തുറന്നു നോക്കിയപ്പോൾ ഒരുപാട് പെട്രോളിയം ഖനനങ്ങൾ കിട്ടിയിട്ടുള്ള രാജ്യമാണിത്. നമ്മളെ വീടിന് ഉമ്മറത്ത് ഒരു ദിവസം തുറന്നു നോക്കുമ്പോൾ വലിയൊരു നിധി കിട്ടി, സ്വർണ്ണക്കട്ടികൾ കിട്ടിയെങ്കിൽ തൊട്ടടുത്ത രാജ്യങ്ങളെക്കാളും തൊട്ടടുത്ത വീടുകളെക്കാളും ഒരുപാട് സമ്പന്നരായിട്ട് നമ്മൾ മാറും. അത് നമ്മളുടെ വലിയ കഴിവൊന്നുമല്ല. അതുപോലെ മാറിയിട്ടുള്ള സൗദി അറേബ്യ രാജ്യം. ഞാൻ ഈ സൗദി അറേബ്യ ഗൾഫ് കൺട്രീസിനെ പറ്റി പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, വീടിൻ്റെ അടുത്തുള്ള പല ചേട്ടന്മാരും ഗൾഫിൽ പോയി വന്നിട്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റി ഗൾഫിലെ റോഡ് കാണണം, അല്ലെങ്കിൽ ഗൾഫിലെ നിയമം കാണണം, ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും അല്ലേ? അമേരിക്കയുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോൾ മറ്റു ചില കമ്പാരിസൺസ് കൂടി കേൾക്കാൻ പറ്റും. ചൈനയുമായിട്ട് നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയെക്കാളും ഒരുപാട് മുന്നിലാണ് 1947 48 തന്നെ സ്വതന്ത്രമായിട്ടുള്ള ചൈനയുമായിട്ട് കമ്പയർ ചെയ്യാലോ എന്ന് നിങ്ങൾ വിചാരിക്കും. ഒരിക്കലും ഇല്ല. ചൈന എന്ന് പറഞ്ഞ ഇന്ത്യയെക്കാളും സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സ്പോർട്സിന്റെ കാര്യത്തിൽ അവര് ഒളിമ്പിക്സിലൊക്കെ മെഡലൊക്കെ പറക്കി കൂട്ടുന്ന, നമ്മുടെ വീട്ടില് എന്താ പറയാ ചിരട്ട പറക്കി കൂട്ടുന്ന പോലെ ഒരു മെഡൽ പറക്കി കൂട്ടുക. ഇന്ത്യക്കത് പറ്റില്ല. സാമ്പത്തികമായിട്ട് ഇന്ത്യയെക്കാളും ഒരുപാട് മുന്നിലാണ് ചൈന. പക്ഷേ എങ്കിലും ആരെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ചൈനയാണ് ഇന്ത്യയെക്കാളും ബെറ്റർ എന്നുള്ള അഭിപ്രായമായിട്ട് വരികയാണെങ്കിൽ ആ ചിന്താഗതിയെല്ലാം തീർച്ചയായും തകർക്കപ്പെടും. നമ്മുടെ ക്ലാസ്സുകൾ കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഇന്ത്യയിൽ ജനിച്ചു വീണതിനെ പറ്റി അഭിമാനിക്കും, സന്തോഷം കൊള്ളും. തീർച്ചയായും നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. ഈ കൊറോണയെല്ലാം പെട്ടെന്ന് തീരട്ടെ എന്ന് വിശ്വസിക്കുന്നു.